ശരിക്കും നമ്മൾ അത്രയ്ക്ക് തേർഡ് ക്വാളിറ്റി ഉള്ളവരാണ്. നമ്മൾ ശരിക്കും ഇന്ത്യക്കാർ നമ്മുടെ രാജ്യത്ത് തന്നെ തേർഡ് കാറ്റഗറി സിറ്റിസനെ പോലെയാണ് നമ്മൾ ഇരിക്കുന്നത്. ഓരോ രാജ്യത്ത് ഓരോ പ്രോഡക്റ്റ് സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ പ്രോഡക്റ്റ് സ്റ്റാൻഡേർഡിനനുസരിച്ചാണ് ഇതിൽ പാക്കിംഗ്, ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ ന്യൂട്രീഷൻ ഇൻഫർമേഷൻസ് എല്ലാം വരുന്നത്. പ്രത്യേകിച്ച് എന്തുകൊണ്ടാണ് ഇതിൽ ഒരു അന്തരം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ജനങ്ങൾ ഒരിക്കലും കോസ്റ്റ് എഫക്റ്റ് നോക്കില്ല. നമ്മൾ ഈ തേർഡ് കാറ്റഗറി എന്ന് പറയാൻ കാരണം നമ്മളെ എല്ലാ കാര്യവും എടുക്കുകയാണെങ്കിലും നമ്മൾ കോസ്റ്റ് ആയിരിക്കും ആദ്യം പ്രിഫർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ സേഷെ കൾച്ചർ ഇവിടെ വരുന്നത്. ഇന്ത്യയിലും ഏഷ്യയിലും ഉള്ള കൺട്രീസിൽ മാത്രമാണ് ഈ സേഷെ കൾച്ചർ ഉള്ളത്. 5 രൂപയ്ക്കും 10 രൂപയ്ക്കും ബൂസ്റ്റും ഹോർലിക്സും കിട്ടുന്നത് ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. ഏഷ്യയിലുള്ള ഈ തേർഡ് കാറ്റഗറി കൺട്രീസിൽ മാത്രമേ ഈ പറയുന്ന കൺസെപ്റ്റ് ഉള്ളൂ. നിങ്ങൾക്ക് യൂറോപ്പിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഈ സാഷെ ഉണ്ടാവില്ല. അതായത് ഇവിടെ ചിലവാക്കുന്നവർക്ക് 5 രൂപയ്ക്ക് സാധനം കിട്ടിയാൽ അവർ ഹാപ്പിയാണ്. അപ്പോൾ ഇതിൽ ഈ ഓരോ രാജ്യത്തും ഓരോ പ്രോഡക്റ്റ് സ്റ്റാൻഡേർഡിനും ഓരോ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഇത് വ്യത്യാസത്തിനനുസരിച്ച് ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് മാറ്റം വരും. അപ്പോൾ ക്വാളിറ്റിയിൽ വ്യത്യാസം വരും. അപ്പോൾ വിലയിലും അതുപോലെ തന്നെ വ്യത്യാസം വരും. കാരണം അങ്ങനെ വില ഇട്ടാൽ ഇവിടെ കൊടുക്കാൻ പറ്റുള്ളൂ, ആളുകൾ വാങ്ങിക്കുള്ളൂ.